ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? നമസ്കാരം. ഇൻഡിഗോയോടൊന്ന് ക്ഷമിച്ചപ്പോൾ തന്നെ പരാജയരാജണ്ണന്റെ മനസ്സിന്റെ വിശാലത നമ്മളൊന്ന് കണ്ടതാ. പക്ഷേ വിശാല മനസ്കൻ മാത്രമല്ല, താൻ പാവങ്ങളോട്, അതായത് സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന സ്പെഷ്യൽ കെ മോഡൽ പാവങ്ങളോട് വളരെ അധികം കരുണയുള്ളവനാണ് എന്ന് അന്തങ്ങളെ ഉൾപ്പെടെ തെളിയിച്ചിരിക്കുകയാണ് പരാജയരാജണ്ണൻ. അത് പാവങ്ങളല്ലേ? പ്രസ്ഥാനത്തിന് വേണ്ടി വല്ലവരുടെയൊക്കെ കയ്യും കാലും കണ്ണും ചെവിയും മൂക്കും ഒക്കെ 51 102 ആയിട്ടൊക്കെ വെട്ടി നുറുക്കിയിടുന്ന പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുണ കണ്ട് വഴിഞ്ഞൊഴുകുന്ന നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാൻ 10 വിരലുകൾ നമുക്ക് തികയാതെ വന്നേക്കാം. ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അതിദാരിദ്ര്യമുക്തമായ ജയിലുകൾ, അതായിരുന്നു ചിറ്റപ്പൻ കണ്ട സ്വപ്നം. ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? എന്തിനാടെ എതിർക്കുന്നത്? കണ്ണിൽ ചോരയില്ലാത്തവന്മാരെ എന്തിനാടെ എതിർക്കുന്നത്? ജയിലിൽ കൂടുതലാരപ്പ സഖാക്കളാണേ ചിറ്റപ്പ എന്നൊന്നും ആരും പാടി തെറ്റിദ്ധരിപ്പിക്കണ്ട. ഇതൊക്കെ അണ്ണന് സഹജീവികളോടുള്ള അടക്കാനാവാത്ത സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും സഹതാപത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഡയലോഗുകളാണ്. അത് പാവങ്ങളല്ലേ? പാവങ്ങള് ഓച്ചറെ പോയി കഞ്ഞി കുടിക്കാൻ പോലും വണ്ടിക്കാശിന് നിവൃത്തിയില്ലാതെ നിന്നപ്പോൾ പോലീസ് വണ്ടി കണ്ട് അതിനൊരു ലിഫ്റ്റ് അടിച്ച് സെൻട്രൽ ജയിലിലൊക്കെ ചെന്ന് ഇറങ്ങിയ പാവപ്പെട്ടവർ, അവരോട് എന്തിനാ മനുഷ്യരെ കണ്ണുകടി നിങ്ങൾക്ക്? അണ്ണാ, അടുത്ത മദർ തെരേസ പുരസ്കാരം അണ്ണന് തന്നെ. അത് പാവങ്ങളല്ലേ? പാവങ്ങളല്ലേ അണ്ണാ? അവരെങ്ങനെ ജയിലിലിടാതെ തുറന്നു വിടാനുള്ള നടപടികൾക്ക് കൂടി അണ്ണൻ തുടക്കം ഇടുവോ? അതും കൂടി വേണമെന്നാ ഞങ്ങളുടെ ഒരിത്. വെറുതെ ഇരിക്കുന്ന വെട്ടുകത്തിക്കും വടിവാളിനും ഒക്കെ പണി കൊടുക്കാൻ വേണ്ടി, വെട്ടുകത്തിയുടെയും വടിവാളിൻ്റെയൊക്കെ ജീവിതത്തിന് ജന്മത്തിന് ഒരർത്ഥം വേണ്ടേ? അതിന് അതുങ്ങളെ ഒന്ന് ഉപയോഗിച്ച് വെട്ടുവോ കുത്തുവോ തുണ്ടം തുണ്ടോ ആക്കുകയോ ഒക്കെ ചെയ്തു. ഒരാടെ കുറച്ച് കൂടുതൽ കാശിരിക്കുന്നു, നമ്മുടെ ഇരിക്കുന്ന കാശ് തികയാതെ വന്ന്, അപ്പോൾ കൂടുതൽ ഇരിക്കുന്നവൻ ഏതായാലും അധികം ഇരിക്കുകയല്ലേ. പിന്നെ അവർ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്ത സമയത്തോ അവർ വീട്ടിലില്ലാത്ത സമയത്തോ ഒക്കെ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ പൈസയൊക്കെ എടുത്തുകൊണ്ട് വന്ന് സ്വന്തം ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചു. പാവങ്ങള്. പിന്നെ ലൈംഗിക ആവശ്യങ്ങളൊക്കെ ഒരാളുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ജൈവികമായിട്ടുള്ള ഒരു ആവശ്യമാണല്ലോ. അത് നിറവേറ്റാൻ വേണ്ടി വേറൊരു മാർഗ്ഗവും ഇല്ലാതെ വന്നപ്പോൾ, പെട്ടെന്ന് അത് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ, അത് നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവന് തന്നെ അപകടമാകും എന്നുള്ള സാഹചര്യത്തിൽ വഴിയെ പോകുന്ന സ്ത്രീകളെയൊക്കെ ഒന്ന് പീഡിപ്പിച്ച ആള്. പാവങ്ങള്. പിന്നെ കൊച്ചു പിള്ളേരൊക്കെ അമ്മയുടെ അടുത്ത് വഴി കിടന്ന് ഉറങ്ങുമ്പോഴും അവിടെ ഇവിടെ റോഡിലൊക്കെ ഭിക്ഷ അയച്ച് നടക്കുന്ന പിള്ളേരെ, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുന്ന പിള്ളേരെയൊക്കെ അവർക്ക് ബാല്യത്തിൻ്റെ ഒരു രസം അനുഭവിക്കാൻ വേണ്ടി ചുമ്മാ അതൊരു ഒരു രസത്തിന് അവരെയൊക്കെ തട്ടിക്കൊണ്ട് പോയ പാവങ്ങൾ. പിന്നെ കുടുംബത്തിലേക്കുള്ള അരി വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരുടെയും കൊട്ടേഷനൊക്കെ ഏറ്റെടുത്ത് ചില്ലറ പാവപ്പെട്ട പ്രവർത്തികൾ ചെയ്ത് ജീവിച്ച് സെൻട്രൽ ജയിലിൽ പോയ അത്തരം പാവങ്ങൾ. അപ്പം ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന വെറും പാവങ്ങളെ, അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും കടമയാണ്. ആ കടമ നമ്മളൊക്കെ മറക്കുമ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, അവർക്ക് വേണ്ടി കർശനമായി വാദിക്കുക കൂടിയാണ് നമ്മുടെ ചിറ്റപ്പൻ. ആ കട്ടൻ ചായയും പരിപ്പുവടയും കുറച്ച് പേജുകളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വല്ല മാർഗം ഉണ്ടാണ്. കാരണം ചരിത്രത്തിൽ ഇടം നേടത്തക്ക വിധത്തിലുള്ള ഒരുപാട് സംഗതികൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കൂട്ടിച്ചേർക്കലുകൾ ഇനി ആവശ്യമായിട്ട് വരും ബുക്കിൽ. ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ 7 രൂപ ചില്ലറയും 500-ന്റെയും 100-ന്റെയും ഓരോ നോട്ടും അത്രയും കൂടെ കൂട്ടിയുള്ളൂ. അതിനെന്തിനാടെ മനുഷ്യരെ ഇങ്ങനെ നിങ്ങൾ കണ്ണുകടി കാണിക്കുന്നത്? ജയിലിൽ കിടന്നവർക്ക് എന്തൊക്കെ ചെലവുകളുണ്ട്. അവിടുത്തെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് അവരാ. അവർക്ക് ആവശ്യമുള്ള ആഹാരത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് അവരാ. ഗ്യാസിന്റെ പൈസ മുടക്കേണ്ടത് അവരാ. വാടക വേറെ. അങ്ങനെ എത്ര ലക്ഷം രൂപയുടെ ചെലവ് ഒരു മാസം ജയിലിലുണ്ടെന്നറിയാവോ? അപ്പം നിങ്ങൾ വിചാരിച്ചേ, ഒരു 10 മാസം ഒരു ബലാത്സംഗ കേസിലൊക്കെ ജയിലിൽ പോകുന്നതിന് പുറത്തിറങ്ങുമ്പം വെറും 18 ലക്ഷം രൂപയും ചില്ലറയെ കിട്ടുന്നുള്ളൂ. അതിനാ നിങ്ങൾ ഇങ്ങനെ എന്തിനിങ്ങനെ ദുഷിക്കുന്നത് മനുഷ്യരെ? ആ 63 രൂപയിൽ നിന്ന് 630 രൂപ ആക്കിയതാണല്ലേ നിങ്ങൾക്ക് വലിയ വിഷമം. ആശാവർക്കർമാർ അവർക്ക് 50 രൂപ കൂട്ടിക്കൊടുക്കാന്നുള്ള ഓഫർ സർക്കാർ കൊടുത്ത്, അതാർക്കും പറയണ്ട. ഇപ്പം ഇതിത്തിരി ഒരു 630 രൂപ ആക്കിയത് നിങ്ങൾക്ക് വിഷമമായിപ്പോയി അല്ലേ? ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന CBSE സ്കൂളുകളിലൊക്കെ പോയി പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കുണ്ട് 8000, 7000, 9000 രൂപയൊക്കെ ഒരു മാസം ശമ്പളം. അപ്പോൾ പിന്നെ പാവപ്പെട്ട തടവ് പുള്ളികൾക്ക് കഷ്ടം തന്നെ. ഒരു ദിവസം ഒരു 630 രൂപ നിങ്ങൾക്ക് അല്ലേ? അംഗൻവാടി ടീച്ചർമാരെ നോക്ക്,
റേഷൻ അരി കൊണ്ട് ചോറുണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് മസാല ഒരു മുട്ടയും കൂട്ടിട്ട് ബിരിയാണിയാന്ന് പറഞ്ഞ് പിള്ളേർക്ക് ഇപ്പം കൊടുപ്പിക്കുന്നു. അവർക്ക് 12,000 രൂപ ഒരു മാസം കിട്ടുക. 12,000 രൂപ. ഈ ജയിലിൽ കിടക്കുന്നത് പാവങ്ങളാണെന്ന് നിങ്ങൾക്ക് ആർക്കും ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ? ഇവരൊക്കെ ജയിലിൽ പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാവോ? ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചല്ലോ, കുറേ സേവനങ്ങൾ കുറേ മനുഷ്യർക്ക് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ പാവങ്ങളെ കൊണ്ട് ആ ജയിലിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ സേവനത്തിനിരയായ ആളുകളുണ്ടല്ലോ, അവർക്ക് എത്ര രൂപ ഒരു ദിവസം വരുമാനമുണ്ട്, അവർ ജീവിക്കുന്നുണ്ടോ, അവരുടെ വീട് ജപ്തിയായോ, അവരുടെ പിള്ളേർ പഠിക്കുന്നുണ്ടോ, അവർ കഞ്ഞി കുടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നാട്ടുകാരെല്ലാവരും അന്വേഷിക്കുന്നു. പക്ഷെ ഈ ജയിലിൽ കിടക്കുന്ന പാവങ്ങളുടെ കാര്യം ആരന്വേഷിക്കും? അവർക്ക് വേണ്ടി ആര് സംസാരിക്കും? അതിനും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തന്നെ ശബ്ദം ഉയർത്തേണ്ടി വന്നു. അപ്പൊ മനസ്സിലായില്ലേ ആരുടെ കക്ഷത്തിരിക്കുന്ന സർക്കാർ ഇതെന്ന്? അണ്ണാ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ അവർക്ക് പെൻഷനും കൂടെ ഏർപ്പാടാക്കണം. ഇരിക്കട്ടെ നമുക്ക് അഡീഷണൽ ഒരു ബന്ധുവില്. ഈ ക്രിമിനലുകളായിട്ടുള്ള പൊതുജനങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ആ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയവർക്കും അല്ലാതെ ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് പൈസ കൈപ്പറ്റിയിട്ട് നന്ദികേട് കാണിക്കുന്ന പൊതുജനം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ക്രിമിനലുകളുണ്ടല്ലോ, അവരുടെ നിന്നൊക്കെ പൈസ തിരിച്ചു വാങ്ങിച്ച് ജയിലിൽ കിടക്കുന്ന പാവങ്ങൾക്ക് അത് പെൻഷനായിട്ടോ അല്ലെങ്കിൽ ജീവിതകാലത്തേക്ക് അവർക്കൊരു ഡെപ്പോസിറ്റോ ആയിട്ടൊക്കെ കൊടുക്കണമെന്നാ. നമ്മൾ അങ്ങനെ വലിയ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകുമ്പോഴാണ് നമ്മളൊരു തരിയായി ഇവിടെ കഴിഞ്ഞ നാളുകളിൽ അവശേഷിച്ചിരുന്നു എന്ന് വരുന്ന തലമുറ ഓർക്കുകയുള്ളൂ. അണ്ണാ, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ടവരിൽ പ്രധാനിയായിട്ടുള്ള ഗോവിന്ദച്ചാമിയുടെയൊക്കെ അവസ്ഥ. ഗോവിന്ദച്ചാമിയുടെ പാവത്തരം കുറച്ച് കൂടുതലായതുകൊണ്ട്, ഡിഗ്രി കൂടിയ പാവത്തരം ആയതുകൊണ്ട് 630 രൂപ ഒന്ന് റൗണ്ട് ചെയ്ത് 700 തികച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. തികയത്തില്ലെങ്കിൽ ആത്മകഥ വയ്ക്കുമ്പോൾ ഒരു 1-2 കോപ്പി ഞങ്ങളെല്ലാവരും വാങ്ങിച്ച് സഹായിക്കാം. ആ കാശ് അങ്ങോട്ട് കൊടുക്കും. അത്യാവശ്യം എന്തെങ്കിലും സാധനം സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. പിന്നെ ഒരു ലെക്സിന്റെ സോപ്പ് ഇപ്പോൾ ഒരു 45 രൂപ ഇല്ലാതെ കിട്ടത്തില്ല. സോപ്പ് മാത്രമോ, ഒരു പോൺസിന്റെ പൗഡർ എങ്കിലും കൈ വേണം. പിന്നെ കോൾഗേറ്റിന്റെ ഈ വിസിബിൾ വൈറ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു പേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. 300 രൂപ അതിന്റെ വലിയൊരു ട്യൂബ് വാങ്ങിക്കണമെങ്കിൽ. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ജട്ടിയുടെ സീസൺ ആയതുകൊണ്ട് അതിനെക്കുറിച്ചും കൂടെ പറയാതെ വയ്യ. ജട്ടിയൊക്കെ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ടാണല്ലോ കാണപ്പെടുന്നത്. ഒരു ജട്ടി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാ മനുഷ്യരെ? അപ്പൊ ഇത്രയൊക്കെ മിനിമം സൗകര്യങ്ങളും സംവിധാനങ്ങളും സാധനങ്ങളും ഒക്കെ ഇല്ലാതെ ഇത്രയും സമൂഹത്തെ സേവിച്ച് കഷ്ടപ്പെട്ടവര് ഇന്നും ആ ജയിലിൽ കിടന്ന സമൂഹത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുക. അത്തരക്കാർക്ക് ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ 630 കുറവാണെന്നാണ് ചിറ്റപ്പം പറഞ്ഞു വരുന്നത്. നാളെ AI ആണിതെന്നും പറഞ്ഞു ഗോവിന്ദമ്യാഷ്ട്ര വരുവോ? അടിയിലൊന്ന് എഴുതിയും കൂടെ കാണിച്ചു വിടണം കേട്ടോ ചാനലുകാര്, ഇത് AI നിർമ്മിതമല്ല, ഒറിജിനൽ ആണെന്ന്. അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ അവരൊക്കെ ക്രിമിനലുകൾ തന്നെ, കൊലപാതകികൾ തന്നെ, മോഷ്ടാക്കൾ തന്നെ, ബലാത്സംഗ വീരന്മാർ തന്നെ. പക്ഷേ അവരെ പരിപാലിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയല്ലേ? എങ്ങനെയാണത് നമ്മുടെ കടമയാകുന്നതെന്ന് ചോദിച്ചാൽ മാനത്തോട്ട് വായും പൊളിച്ചിരുന്ന് നോക്ക്. ചിലപ്പോൾ നിലാവുള്ള രാത്രിയിൽ എന്തെങ്കിലും ഉത്തരം വായിടാത്തോട്ട് ഒന്ന് വീഴും. അപ്പൊ വിഴുങ്ങിയാൽ മതി. ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. അപ്പൊ അണ്ണാ, ഗൾഫിൽ പോകുന്ന ആളുകളൊക്കെ നേരെ ഇനി ചില്ലറ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇവര് കാണിച്ച പോലുള്ള സേവനങ്ങളൊക്കെ കാണിച്ചാൽ ജയിലിലിടം തികയുമോ? യുവാക്കളാണെങ്കിൽ പണിയില്ല എന്ന് പറഞ്ഞ് കിടന്ന് കഷ്ടപ്പെടുന്നു. ഈ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ പണി ചെയ്ത് മനുഷ്യരുടെ കാലും നടുവും തലച്ചോറും ജീവിതവും തേയുമാണ്. അപ്പോൾ അവിടെ ചെന്നാൽ ഒരു 10-15 വർഷം കഴിയുമ്പം ലക്ഷാധിപതിയായിട്ട് തിരിച്ചിറങ്ങും. ഒരു 10 വർഷം കഴിഞ്ഞ് ഇറങ്ങിയാൽ 18, നേരത്തെ പറഞ്ഞ പോലെ 18 ലക്ഷത്തിൽ ചില്ലുവാനും രൂപയും കൊണ്ട് ഇറങ്ങാമല്ലോ. എന്തെങ്കിലും നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ചെറിയ ബിസിനസ്സൊക്കെ നടത്താനുള്ള പൈസ ആവുമല്ലോ. അപ്പം അണ്ണൻ മുൻകൈയെടുത്ത് കേരളത്തിൽ ബാക്കി കിടക്കുന്ന ക്രിമിനലുകളെയും കൂടെ ജയിലിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഇതോടുകൂടി ഈ സർക്കാരിനെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും ഇവരുടെയൊക്കെ ആദർശത്തെക്കുറിച്ചും എല്ലാവർക്കും എല്ലാ സംശയങ്ങളും എല്ലാ രീതിയിലും തീർന്നു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, എവിടെ കടന്ന് ആർക്ക് വേണ്ടിയിട്ട് കടന്ന് അധ്വാനിക്കുന്നവരാണെങ്കിലും ആ അധ്വാനിക്കുന്നവരുടെ എല്ലാം വിയർപ്പിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്.